നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ മണാലി ലാസ്റ്റ് ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് സോലങ് മാർഗിലേക്ക് പോവാണ്. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ വേറൊരാളും കൂടി ഉണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. ദേ നമ്മുടെ എല്ലാവരും ഷുണ്ടുമണി ജാസ്മിൻ എൻ്റെ ഫ്രണ്ടാണ്. അവളിവിടെ മണാലിയിൽ അവൾക്ക് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഇപ്പം പാക്കേജ് എല്ലാമായിട്ട് ചെയ്യാണ്. പേര് പറ പാക്കേജിൻ്റെ. ഹിപ്പി യാത്ര. ഇൻസ്റ്റാഗ്രാമിൽ ഹിപ്പി യാത്ര എന്നാണ് പേരടിച്ചു കൊടുത്താൽ കിട്ടും. ഒരുപാട് സ്ഥലത്ത് പാക്കേജ് ചെയ്യുന്നുണ്ട്, മണാലിയിലും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഇനി 3-4 ദിവസം ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പല സ്ഥലത്തേക്ക് കറങ്ങി തിരിച്ച് നാട്ടിലെത്തുമ്പോൾ 1 മാസം കഴിയുമല്ലേ. ദുബായിൽ നിന്ന് നേരെ വന്നതാണ് ഇങ്ങോട്ട്. സോ അപ്പം നമ്മൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട്, മമ്മി അത് അങ്ങ് മാറി നിൽക്കുന്നു, ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഞങ്ങളിപ്പം പോകാൻ പോകുന്നത് സോലങ് വാലിയിലേക്കാണ്. ലാസ്റ്റ് ദിവസം മഞ്ഞ് കുതിർന്നിട്ട് അങ്ങ് പോവാല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ പോവാന്ന് വിചാരിച്ച് ഇനി പോകുന്ന കാഴ്ചകളും എല്ലാം ആയിട്ട് നമ്മൾ ഇനി കാണിക്കാം അല്ലേ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് ആദ്യം തന്നെ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ആലു പൊറോട്ട അല്ലേ. ഞങ്ങൾ നേരെ ഭക്ഷണം കഴിച്ചിട്ട് ട്രാവൽ തുടങ്ങി കേട്ടോ. നമുക്കിനി പോകുന്ന വഴി വേണം. നമുക്ക് ഈ മഞ്ഞിലേക്ക് പോകുമല്ലോ, അപ്പോൾ അതിൻ്റെ ഡ്രസ്സും ചെരുപ്പൊക്കെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ ഏതെങ്കിലും കട ഇങ്ങനെ തപ്പി ഇവർക്ക് അറിയുന്ന ഒരു ഷോപ്പ് തപ്പി നടക്കുക കേട്ടോ. ഇപ്പോൾ ഒരു സ്ഥലത്ത് സ്പോട്ടിൽ നിർത്തി ഞങ്ങൾ ഇതിനാണ് വന്നിട്ടുള്ളത്, ഈ ഓൾട്ടോ കാറിനാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിർത്തിയിട്ട് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇങ്ങനത്തെ സ്നോയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇടാ, അല്ല ഇടണം. സ്നോ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇതുപോലെ സ്നോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുക. അവർ ഡ്രസ്സ് സെലക്ട് ചെയ്തോണ്ടിരിക്കുക. നിനക്ക് കിട്ടിയോടി? അതാണ് നല്ല അല്ലേ, അത് കൊള്ളാം. മമ്മിക്ക് വല്ല ചോട്ട സൈസ് എടി. ഇതിൽ നീളം കുറയണ്ടേ? നീളം കുറഞ്ഞത് വേണ്ടേ? ഒരുപാട് പേര് യൂസ് ചെയ്ത് ഇതിനൊരു സ്മെല്ലും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കീറിയിട്ടും ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ പിന്നെ ഇവരങ്ങ് എങ്ങനെയെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി തന്നെ. പിന്നെ അവർ നമ്മളെ സമ്മതിക്കത്തില്ല കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് പോയിട്ട് നമുക്കൊരു കളർ പറഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും അത് ചെറുതാണോ അത് വലുതാണെന്നൊക്കെ പറയും. അതിനിടയ്ക്ക് കറണ്ടും പോയി. പിന്നെ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കയറ്റും. നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം നമ്മൾ കയറ്റും, പക്ഷേ അപ്പം നമ്മൾ അത് ടൈറ്റായിരിക്കും. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും അവൾ ഒരു 5-6 കണ്ട് മാറ്റി നോക്കി. അതിന് ശേഷമാണ് അവസാനം ഓരോന്നും സെലക്ട് ചെയ്തത്. എന്നാലും മനസ്സിന് അത്ര ഓക്കെ ആയിട്ടല്ല ഓരോന്നും എടുത്തിട്ടത്. ഇപ്പം തന്നെ 4-5 കണ്ട് നമ്മൾ മാറിയെടുത്തു കേട്ടോ. ഓരോന്നിടുമ്പോൾ ഓരോരോ പ്രശ്നങ്ങളായിരിക്കും. ഒത്തിരി ഞങ്ങളൊരു 2-3 ഷോപ്പ് മാറുകയും ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഡ്രസ്സിന് വരുന്നത്, ഡ്രസ്സിനും നമുക്ക് ഷൂവിനും കൂടെ വരുന്നത് 250 രൂപയെങ്ങാണ്ടാണ് കേട്ടോ. ചെരുപ്പും ഈ ഡ്രസ്സും കൂടെ കൂടിയിട്ട് ഡ്രസ്സിന് 200 രൂപയും ചെരുപ്പിന് 50 രൂപയെങ്ങാണ്ടാണ് ഐ തിങ്ക്, അല്ലെങ്കിൽ 300 രൂപ അങ്ങനെ എന്തോ ആണ് ശരിക്കും. രണ്ടും കൂടിയാണ് നമ്മൾ അവിടെ നിന്ന് എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ വെള്ളം കയറും. എന്നാലും ഉള്ളിലൊക്കെ ചെറുതായിട്ടൊക്കെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ബൂട്ടിട്ടുകൊണ്ട് കയറണം, അല്ലെങ്കിൽ പിന്നെ മഞ്ഞ് നമ്മുടെ കാലിലൊക്കെ ആയിട്ട് ഭയങ്കര സീനാവും. എന്നാലും ബൂട്ടൊക്കെ ഇട്ടിട്ടും എൻ്റെ കാലിനകത്ത് ഫുള്ള് ഉള്ളിക്കടെയൊക്കെ എങ്ങനെയൊക്കെയോ മഞ്ഞൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഐസായി പോയാന്ന് എൻ്റെ കാലൊക്കെ. മമ്മി അവസാനം മമ്മിക്ക് ഒന്ന് കണ്ടിഷ്ടപ്പെട്ട് മമ്മി എടുത്തു, അതിട്ടു. അവസാനം ഞങ്ങൾ സെലക്ട് ചെയ്തത് ഇതാണ്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, എന്നാലും അങ്ങ് ഇട്ടു. മമ്മി ബ്ലൂവും ഞാൻ ഈ വൈറ്റും പിങ്കും കെട്ടിയുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് നമുക്ക് പോകാം അങ്ങോട്ട്. ഈ സൈഡ് നോക്കി, അത് സ്നോഫോൾ ആണോ മൂടി കിടക്കണേ? മഞ്ഞ് മൂടിയതായിരിക്കും അല്ലേ. സോലങ് മാർഗിലേക്ക് പോയിട്ടുണ്ട്. സോറി സോലങ് വാലി. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും ഒരുപാട് പിന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ട്. ഒരു സൈഡിൽ ഇങ്ങനെ മലയും ഒരു സൈഡിൽ ഒരു ഇങ്ങനെ കുത്തനെ കിടക്കുന്ന ഇറക്കമാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങ് ദൂരെ കുറേ മഞ്ഞിൽ പൊതിഞ്ഞ ഇത്. പിന്നെ ഈ 57 എന്നൊക്കെ എഴുതി കാണിച്ചേക്കണത് ഈ സ്റ്റോളുകളില്ലേ, ഇപ്പം നമ്മൾ വാങ്ങിച്ച പോലത്തെ ഡ്രസ്സില്ലേ, ആ ഡ്രസ്സിൻ്റെ സ്റ്റോൾസിൻ്റെ നമ്പേഴ്സാണ് കേട്ടോ അവിടെ ഇടുന്നത്. പിന്നെ സിപ്പ് ലൈൻസ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ഓരോരോ നമ്പേഴ്സൊക്കെയാണ് അവിടെ അവർ എഴുതിയിട്ടേക്കണത്.
ഞങ്ങളിപ്പോൾ ഞാനും ജാസ്മിനും മമ്മിയുണ്ട്, പിന്നെ ജാസ്മിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഫ്രണ്ടിലാണ്. ഫൈനലി സോലങ് വാലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേ നോക്കൂ, മഞ്ഞ് രണ്ട് സൈഡിലും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. മമ്മിയുടെ എക്സൈറ്റ്മെൻറ്റ് കൂടാനും തുടങ്ങിയിട്ടുണ്ട്. മമ്മി ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ പോകുന്നത്. മമ്മിയുടെ ഭയങ്കര വലിയൊരു ആഗ്രഹമാണ് ഞാനിപ്പോൾ നടത്തിക്കൊടുത്തിട്ടുള്ളത്. അവർക്ക് മഞ്ഞ് കാണണം, സ്നോഫോള് കിട്ടണമെന്നുണ്ടായിരുന്നു, പക്ഷെ സ്നോഫോള് കിട്ടിയിട്ടില്ല. ഇതുണ്ടോ രണ്ട് ഭാഗത്തും ഭയങ്കര, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന വിഷ്വൽ പോലെയല്ല കേട്ടോ, ഭയങ്കര ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. പോവാത്തവർ ഒരു തവണയെങ്കിലും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആകെ ഒറ്റ തവണ കിട്ടുന്ന കാര്യങ്ങളാണ്. അതും നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. അപ്പം അവിടെയൊക്കെ പിന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്തിട്ട് റോഡ് ഭയങ്കര ചളിപൊളി ആയിട്ടുണ്ടായിരുന്നു. മഞ്ഞാണെങ്കിൽ ഇങ്ങനെയൊക്കെ. പിന്നെ അങ്ങ് വാലിയുടെ അവിടം വരെ വണ്ടി പോകില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ വണ്ടികളെല്ലാം രണ്ട് സൈഡിൽ ഇട്ടേക്കണത്. അവിടെ പാർക്കിംഗ് ഒന്നും കിട്ടത്തുമില്ല. എല്ലാവരും പകുതി വഴിയിലിറങ്ങി നടന്നാണ് പോകുന്നത്. ഞങ്ങൾക്ക് പിന്നെ ടയേർഡ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ കുറച്ചെങ്കിലും കൊണ്ടുപോകണമെന്ന്. പിന്നെ അട്ടൽ ടണലും സിഷു എല്ലാം ക്ലോസ്ഡ് ആണ്. റോത്തങ് പാസ് ഒക്കെ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് വേറെ എവിടെയും പോകാൻ നമുക്ക് പറ്റിയിട്ടില്ല. ആകെ ഇവിടം വരെ വണ്ടി വിടുന്നുള്ളായിരുന്നു. നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലായിരുന്നോ, ഈ സ്നോ ഫുള്ള് റോഡിലായിട്ട് ഫുള്ള് ബ്ലോക്കായി, വണ്ടി ബ്ലോക്കായി, റോഡ് സ്റ്റക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലായിരുന്നോ? അതിവിടം വരെ ഇപ്പോൾ വണ്ടി വിടുന്നുള്ളൂ. അങ്ങോട്ട് 4x4 മാത്രം വിടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. പിന്നെ ഞങ്ങൾ മഞ്ഞിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോളന്മാർക്ക് എത്തി. താഴെ വരെ വണ്ടി പോകത്തുള്ളായിരുന്നു. അതുകൊണ്ട് താഴേന്ന് കുറച്ച് നടന്ന് കയറുക മുകളിലേക്ക്. രണ്ട് സൈഡിലും മഞ്ഞ്. എന്ത് കണ്ടിട്ട് എന്ത് ഫീൽ ചെയ്യുന്നു മമ്മി? എന്നതാണോ ഇതൊക്കെ സ്വർഗമാണെന്ന് തോന്നുന്നു. സ്വർഗം. ഈ വണ്ടിക്കകത്ത് മുകളിലേക്ക് കയറാൻ പറ്റും. 500 രൂപ എന്തോ ആണ് വണ്ടിയിൽ പോണേന്. മഞ്ഞോട് മതി ഫുള്ള്. അങ്ങനെ നമ്മളിത് അവിടെ ഒരു ഫോട്ടോ പോയിന്റ് കണ്ടു. ചുമ്മാ കയറാന്ന് വിചാരിച്ചു. എടി മമ്മീനെ കണ്ട് മറ്റേ വീഡിയോ ഇല്ലേ, ഐസ കദീസ ബീവാത്തുമ്മ നിങ്ങൾ പോരി, അതാ വീഴുന്നു. ഷൂ ശരിയല്ലായിട്ടല്ല, നിങ്ങൾ ശരിയല്ലാത്തോണ്ട. കുതിരകളുണ്ട് കേട്ടോ. ഇത് കുതിര സവാരി. അവിടെ മുകളിലൊരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടി. അയ്യോ, ആ നിൽക്കുന്ന കുതിരയൊക്കെ ശോഷിച്ചൊക്കെ നിൽക്കുന്ന അങ്ങോട്ട് വയ്ക്കേടി. ഫോട്ടോഷൂട്ടാണ് ഇവിടെ. ഓക്കെ, ഫുള്ള് കുതിര. അങ്ങ് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടോ. കുതിര. അയ്യോ, കരിയാണോ ഷുണ്ണോ? അമ്മേ കൊല്ലുവോ മനുഷ്യനെ? ഇവിടെ ഇങ്ങോട്ട്. എടാ, എനിക്കിത് കാണുമ്പോൾ മറ്റേ സിനിമ പാട്ടോ, സുവന്നല സുവന്നല അല്ല സുവന്നല, ആ സാധനം ചെയ്യായിരുന്നു അല്ലേ? അത് കഴുതയായിരുന്നു, പക്ഷെ ഇത് കുതിര. പക്ഷെ ഇതിനെ എല്ലാവരും പോലെ തോന്നുന്നു. എങ്ങനെയുണ്ടടി? നീ കൊറേ നാള് പിന്നെ ഇവിടെ വന്നിട്ട് കൊറേ നാളായില്ലേ ഇപ്പം? അല്ല, ഗസ്റ്റിനെ മാത്രല്ലേ കൊണ്ടുവന്ന്. സോലങ് വാലി എത്തിയിട്ടുണ്ട്. ഇനി നമ്മള് നഗത്തേക്ക് കയറാൻ പോയി. നോക്കിയമ്മേ, ഭംഗിച്ചാം. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കണ്ടാ. നിറച്ച് ക്രൗഡാ ഫുള്ള്. ശരിക്കും നടന്നു കയറി. എനിക്കിതൊക്കെ ഇട്ടിട്ട് ചൂടെടുക്കണ പോലെയൊക്കെ തോന്നുന്നു. മഞ്ഞ് കളിക്കാൻ പോവാണ്. മഞ്ഞില് നല്ല സ്റ്റീംഡ് മൊമോസ്, നല്ല നൂഡിൽസ്, അങ്ങനെ എല്ലാം കിട്ടും. ഫുൾ ഷോപ്സ്. ഫുള്ള് നമ്മള് ഇവിടെ മൊത്തം ചെളിയാ. കുതിരേനെ കൊണ്ട് കെട്ടിയിട്ടും എല്ലാവരും നടന്നും ഒക്കെ ആയിട്ട് ചെളിയൊക്കെയാണ്. നമ്മൾ അങ്ങ് മുകളിലേക്ക് എവിടെയെങ്കിലും ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക് കയറി പോവാന്ന് വിചാരിച്ചു. കുതിരയുടെ അപ്പിയല്ലാതെ ഇവിടെ ഒന്നും ഇല്ലല്ലോ. അമ്മേ, നമ്മള് താമസിച്ച സ്ഥലത്ത് മമ്മി
നമ്മള് താമസിച്ചെടുത്തേ പട്ടിയുടെ അപ്പി, ഇവിടെ കുതിരയുടെ അപ്പി. ഒരു നല്ല മഞ്ഞ് കിട്ടില്ലേ? പാരഗ്ലൈഡ് ചെയ്യണോ അതുപോലെ? നമ്മുടെ കാലയിലല്ലല്ലോ. യാക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് യാക്കിനെ കൊണ്ടുവച്ചു. ഇതേ വരുന്നു 2 യാക്കുകളും കൊണ്ട് ഫുൾ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. അയ്യോ, ഇവിടെ കുറേ ആക്ടിവിറ്റീസ്. ആ, പാരാഗ്ലൈഡിങ് എത്ര രൂപയായിരിക്കും? എന്തോ പാരാഗ്ലൈഡ് ചോദിച്ചാലോ? പാരാഗ്ലൈഡിങ്, കേബിൾ കാറൊക്കെ ഉണ്ട്. ആക്ടിവിറ്റീസ്. പൈസ കൊടുത്താൽ മാത്രം വീഡിയോ. ആ, പൈസ കൊടുത്താലേ വീഡിയോ തരുള്ളൂ. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാ. മോസ്റ്റ് വെൽക്കം സുലങ് വാലി. ആ, നോക്കടാ, ഫോട്ടോ എടുത്തിട്ട് അവൻ എറിയുവാ. ഓരോത്തിനും പൈസ. എന്തൊരു ഐഡിയ നോക്കിയേ. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പെർ ഫാമിലിക്ക് ഇപ്പൊ പേഴ്സൺ 500 രൂപ, കപ്പിൾസിന് 100 രൂപ, ഫാമിലിക്ക് 150 രൂപ. മഞ്ഞ് കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്ക അയാള്. മമ്മട്ടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതും കൊണ്ട് മോളിൽ നിന്ന് കുറേ ആക്ടിവിറ്റി റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരാൾക്കാർ വരും കേട്ടോ, കാണിച്ചു തരാം. വരുന്നു. സ്നോവ് ഉണ്ടോ? എന്തൊക്കെയാണ് കാണണ്ടേന്ന്. വരണം അടുത്തത്. ഓ, പല സ്ഥലത്തിലുള്ള റൈഡുകളാ. ഓ, ഇവിടെയാണല്ലേ മറ്റേ ഇത് കേബിൾ കാർ. ഇവിടെയാ. ചോദിച്ചാലോ എത്രയാന്ന കേബിൾ കാറിന്? അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ? 2 അപ്പ് ആൻഡ് ഡൗണും കിട്ടുവോ? തിരിച്ച് അങ്ങനെ തന്നെ തിരിച്ചു വരുവോ? വെള്ളിക്കും താഴേക്കും വരാൻ വേണ്ടിട്ട്. ശരിക്കും മഞ്ഞാണെങ്കിലും ഭയങ്കര ചൂടെടുക്കണ്ടല്ലേ മേ? അല്ലേടി, ഭയങ്കര ചൂടെടുക്കണ്ടല്ലേ? മഞ്ഞാണെങ്കിലും നല്ല ചൂടെടുക്കുന്നുണ്ട്. നെറ്റിയെല്ലാം പൊള്ളി പൊകഞ്ഞിട്ട്. നമ്മള് കേബിൾ കാറിന്റെ റേറ്റ് ഒന്ന് ചോദിക്കാൻ പോവാ. എത്ര രൂപയാവും അറിയാൻ പോവാ. നോക്കാൻ ഇവിടെ കേബിൾ കാറിന് 750 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഏത് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. പിന്നെ പാരാഗ്ലൈഡിന് വരുന്നത് 4000 രൂപ. 4000 രൂപയാണ് പാരാഗ്ലൈഡ്. അത് ഫോട്ടോയും വീഡിയോയും എല്ലാം കൂടെ കൂടിയിട്ടാട്ടോ അവർ പറഞ്ഞേക്കുന്നത്. ഭയങ്കര റേറ്റ് അല്ലേ? നമ്മൾ ആക്ച്വലി റൈഡൊന്നും ചെയ്യുന്നില്ല, കാരണം മമ്മിക്ക് പേടിയാണ്. അപ്പം മമ്മീനെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് സൊലങ് വാലി ഐ ലവ്. എല്ലേ ഇല്ല അവിടെ. മണാലിയിലെ സ്നോഫോള്. ഫോട്ടോ സ്നോഫോൾ. അയ്യോ, സ്വന്തമായ എല്ലാരും മതി ഇത് ഇച്ചിരി കൂടിപ്പോയി എന്നൊക്കെ കൊട്ടിക്കളയിട്ട് തലയിൽ മൊത്തമായി. അയ്യേ, എന്താ വീടല്ലേ, താഴോട്ട് ഉരുണ്ടു പോവല്ലേ? മമ്മി ഇങ്ങനെ ഇരുന്ന് ഇതിനകത്തുണ്ടല്ലോ മീ ഒരു അല്ല ഓൾഡ് മൊങ്ങൊക്കെ ഇതിനകത്ത് ഒഴിച്ച് ഒറ്റ തിന്നണം അല്ലേ? ഒഴിക്കട്ടെ, കുറച്ച് കള്ളം ഒഴിക്കട്ടെ അമ്മ അതിനകത്ത്, എന്നിട്ട് തിന്നോ. എന്താ എന്തേലൊക്കെ മിണ്ടിയും പറഞ്ഞിരുന്നോളൂ. വീഡിയോ ആണ്, ചിരിച്ച് കളിച്ച്. മമ്മി മരച്ചില്ലേ, ഇതിട്ടിട്ട് കളിച്ചോ. ഇതിട്ടിട്ട് പിന്നെ മഞ്ഞിൽ വാരിക്കൂ.
എന്തേലുണ്ടല്ലോ. എടുക്കാൻ പറ്റുന്നില്ല കാലുള്ള. ഓരോ കാല് വെക്കുമ്പോ അതാ കാല് പിന്നെ എടുക്കാൻ പറ്റുന്നില്ല. ഷൂനകത്ത് കേറും, മഞ്ഞ് കേറും ഷൂനകത്ത്. അതാ ഓടും. പക്ഷെ നല്ലൊരു വീഡിയോ പോയി, കഷ്ടപ്പെട്ട് കൈയെല്ലാം പോയി. എന്നെ കണ്ട ഫൈറ്റ് ചെയ്യുന്ന കഷ്ടപ്പെട്ട് ഞാൻ ഫുള്ള് ഹാർട്ട് ഷേപ്പ് ഒക്കെ എടുത്ത് ഇങ്ങനെ എടുത്തതാണ്. ഓണാക്കിയില്ലടി തേച്ചു പഠിക്കാൻ. ഞാൻ എന്താ ചെയ്യണേ? അങ്ങനെ ഇതുണ്ടായിരുന്നു, ചെറിയൊരു ഹാർട്ട് ഉണ്ടാക്കിട്ട് ആ ഹാർട്ട് ഇങ്ങനെ ഹാർട്ട് ഷേപ്പ് എടുക്കരുത്. നമുക്ക് ഹാർട്ട് ഷേപ്പ് ചെയ്യാം. എല്ലാരും വീഴുവോ ചാടുവോ എന്തൊക്കെയോ ചെയ്യണം. അതിന് കൂടുതൽ കുണ്ടി മരക്കുക, ഇരുന്നിരുന്ന് കുണ്ടി മര. നനഞ്ഞടി പുറം മുഴുവൻ നനഞ്ഞു, ഇനി കൂടുതൽ ഇരിക്കണ്ട. ഒപ്പിടാണ്ട് ഫോട്ടോ എടുത്തോ? ഇരിക്കുന്നോ? എന്തോ വീട് വെച്ചിട്ടുള്ളതാണ്. നടക്കാൻ തുടങ്ങിയല്ലേ? അല്ല, എനിക്ക് നടക്കാൻ തുടങ്ങില്ല. രണ്ടുപേരും കൂടെ മഞ്ഞ് വീഴാൻ വേണ്ടി പോവാ. അല്ലെങ്കിൽ കുറെ നേരം വീഴാൻ തുടങ്ങിയിട്ടില്ല. മേ കല്ലുണ്ടോ എന്തോ? അവിടെയല്ല അവിടെയല്ല അവിടെയല്ല. കാല് കുഴിഞ്ഞല്ലേ? കയറ്റിക്കോ കയറ്റിക്കോ കയറ്റിക്കോ, വലിച്ചോ. ഇതൊക്കെ കുഴിയും ചിലപ്പം, നല്ല കുഴിയും. അതുകൊണ്ട് ഞാൻ എന്താ ഇവിടെ വന്ന് നിന്നേ. കുഴിക്കാത്തോട്ട് ഇറങ്ങി പോണു കേട്ടോ കാല്. കൊള്ളാവോ? ഇതെന്താ അവിടുന്ന് തലേന്ന് വരട്ടെ. ഏതായാലും കിടന്നല്ല, പിന്നെ കുറച്ച് മഞ്ഞും ആയിരിക്കാം. എവിടെ? സ്നോ പെയ്യുന്നുണ്ട് അത്ര. അവിടെയൊക്കെ നിന്റെ ഫോണാണോ? അല്ലല്ലോ, മമ്മിയുടെ അല്ലേ? സാരില്ല, വീഡിയോ. പൊന്നു ഗൈസ്, ഒന്ന് അനങ്ങാനോ എഴുന്നേക്കാനോ പറ്റുന്നു. ശരിയേ, മുട്ട കുത്തി കേറ്. മമ്മിയുടെ ഒരു ഗ്ലൗസ് തന്നെ കട്ട് ചെയ്തോ. 3 മണിയായി. മഴ പെയ്യാൻ പോവാണ്. ദേ നല്ല പണി കിട്ടാൻ പോവാ. നല്ല രീതിയിൽ മഴ. നീണ്ട. സോ നമ്മളിപ്പോൾ താഴേക്ക് തന്നെ തിരിച്ചിറങ്ങാൻ പോവാണ്. അപ്പം മഴ പെയ്ത് നമ്മളെന്ത് ചെയ്യും? നമ്മളെവിടുത്തെ എടാ ഇവിടെ നല്ല ലൈറ്റ്. എടാ ഇവിടെ നല്ല ലൈറ്റ് ഇട്ടേ. ഇത് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുണ്ടാ. അവിടെ ഇല്ല, ഇവിടെ 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 ഈ സൈഡാ. മഴ പെയ്തു ഗൈസ്. അപ്പം നമ്മൾ തിരിച്ച് താഴോട്ട് പോവുക. കുറച്ച് വീഴല്ലേ? ഞാനായിരിക്കും ആദ്യം വീഴാൻ പോണേ. അയ്യോ അയ്യോ, എങ്ങനെ ഉണ്ടായിരുന്നു മഞ്ഞിന്റെ എക്സ്പീരിയൻസ്? ഞാൻ കുറെ കാലം മഞ്ഞ് കാണുന്നു. ഞാൻ നിന്നോടാണ് എക്സ്പീരിയൻസ്. സോറി, അത് ശരിയാവും. ഇവള് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പാക്കേജിന്റെ കൂട്ടത്തിലും അവളിങ്ങനെ വന്നു അവൾക്കതൊരു ശീലമായി അങ്ങോട്ട്. എന്നാലും ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയല്ലായിരുന്നോ? അതെ, ഓരോരുത്തരും ഓരോ എക്സ്പീരിയൻസ് തരികയാണല്ലോ അല്ലേ? ഇതിലേ പോകണ്ട, ഇതിലേ മഴ കൂടി എല്ലാരും ഓടി കേറിക്കൊണ്ടിരിക്കണ്ട. ഓടി വരുന്നുണ്ട്. നല്ല മഴയായി. പറന്നെല്ലാരും എഴുതും കണ്ടോ. അയ്യോ, नहीं
നമ്മളൊരു ചെറിയ ഇത് വാങ്ങിച്ച് കഴിക്കാന്ന് വിചാരിച്ചു. എല്ലാരും കൊതി വിട്ട് നോക്കിയിരിക്കുവാണ് നിങ്ങളൊക്കെ. അത് ശരി, വായിന്ന് വെള്ളമൊക്കെ വീഴുന്ന അയാൾ ഉണ്ടാക്കണം കണ്ടിട്ട്. അതെ, ഇന്നത്തെ ഫുഡാണെന്നൊക്കെ. ഇന്ന് വേറെ ബൈ ഫുഡാലോ. ആ ഓക്കേ. എല്ലാവരും മടുത്ത് തളർന്നിട്ട് തിരിച്ചു പോവുകയാണ്. കാരണം മഴ പെയ്ത് കഴിഞ്ഞു. എൻ്റെ സോക്സൊക്കെ അത് നനഞ്ഞ് കാലൊക്കെ വേദന എടുക്കുന്നത്. മാറിക്കോ. പണ്ടാരം ഏത് ഭാഗത്തോടെയാണ് വരുന്നതെന്ന് അറിയത്തുമില്ല. പുറകിന്ന് വേറെ ഒരാള് വരുന്നു. മാറിക്കോ. ദേ വരുന്നു ഇവൻ പൊക്കോട്ടെ. മഞ്ഞൊക്കെ വാരി കളിച്ച് കാലൊക്കെ പണിയായിട്ട് ഞങ്ങളെല്ലാരും തിരിച്ച് അതൊക്കെ എന്തേലും കഴിക്കാന്ന് വെച്ചു. 3 മണിയായില്ലേ? 4 മണിയായെന്ന് തോന്നുന്നല്ലേ? ഇവിടെ താന്നു കാല ഇതൊക്കെ. ഇങ്ങനെ എല്ലാരും ടയേർഡായി. എല്ലാരും ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തൊക്കെ ടയേർഡായി. ഇങ്ങോട്ട് മുകളിലോട്ട് കയറി പോകുന്നു. ഇങ്ങോട്ടല്ലേ മഞ്ഞ് കണ്ടില്ല എന്നുള്ള സമാധാനം. മെണ്ടിക്ക് പോയേക്കരുത്. ഓ എന്തോ അല്ലേ? ഇല്ല അത് വെപ്പ. ഇവളുടെയോ? നീഗ്രോസിനെയൊക്കെ കണ്ടോ? അവരൊക്കെ മുടി, നീഗ്രോസിന്റെ മുടി നോക്കി പുറകെ നിൽക്കുന്നത്. ഇല്ല, നൈസായിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് അല്ലാത്ത നോർമൽ ഫോട്ടോ എടുക്കാൻ പോയി. ഡ്രസ്സൊക്കെ മാറ്റി കാലൊക്കെ ഡെഡായിട്ടിരിക്കുക. അതുകൊണ്ട് അത് കഴിഞ്ഞ് ചായ കുടിക്കാം, കഴിഞ്ഞ് ഫുഡ് കഴിക്കാം, അത് കഴിഞ്ഞ് തിരിച്ചു പോകണം ഗൈസ്. അല്ലേ ആയിട്ട് മൊമോസ് വാങ്ങിച്ചു അല്ലേ? കൊടുത്തു വാ. കാപ്പിയും കിട്ടി. വണ്ടികൾ ഇപ്പം ഇവിടം വരെ മാത്രമേ പോകത്തുള്ളൂ കേട്ടോ. പോലീസ് ഉണ്ടോ? മണാലി പോലീസ് അവിടെ നിൽപ്പുണ്ട്. ഇത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ബാക്കിയുള്ള വണ്ടികളെല്ലാം ഇങ്ങനെ പോകത്തുള്ളൂ. ഫുള്ള് സ്നോഫോൾ കൂടിയിട്ടുള്ളത് കൊണ്ട് അങ്ങോട്ട് ഇതൊക്കെ ഇവിടെയുള്ള വണ്ടികൾ ജസ്റ്റ് 4x4 മാത്രം പോകും കേട്ടോ. അല്ലാത്ത സാധാ നമ്മുടെ ഇതുപോലത്തെ വണ്ടികളൊക്കെ ഇല്ലേ, സ്വിഫ്റ്റ് അങ്ങനത്തെ വണ്ടികളൊന്നും പോകത്തില്ല. എല്ലാം ഇവിടെ വരെ മാത്രമേ ഉള്ളൂ. പിന്നെ പെർമിഷൻ എടുത്ത വണ്ടികളെ മാത്രമേ കയറ്റി വിടത്തുള്ളൂ. ഓ, തിരിച്ചിറങ്ങുക. ഗ്ലാസ്സിലാണ് താത്തിട്ടിട്ട് കാഴ്ചകൾ കാണും മമ്മി. ആവേശകരമായ. ഞങ്ങളിവിടെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വന്നേക്കാം. വാ, അങ്ങോട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ ഈ സൈഡൊക്കെ കണ്ടോ? ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുക. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കുറേ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തു അല്ലേ മീ? കുറേ ഫോട്ടോസ് എടുത്തു അടിപൊളിയായിട്ട് എന്ന് വിചാരിക്കുന്നു. ആ മലയൊക്കെ മൂടിക്കൊണ്ടിരിക്കുക. എന്താ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് മഞ്ഞ്, ഐസ്. നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ തന്നെ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇപ്പം സമയം 5:30 തോന്നുന്നു അല്ലേ? 5:30. നമ്മൾ 5:30, 6, 7 മണിയാകുമ്പോഴത്തേക്കും താഴെ എത്തും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പതുക്കെ തിരിച്ച് എവിടേക്ക്? ഡൽഹിക്ക്. അവിടുന്ന് പൊരിഞ്ഞ ചൂടിലേക്ക് നാട്ടിലേക്ക്. അയ്യോ തണുപ്പേ, ഭയങ്കര രക്ഷയില്ല, സഹിക്കാൻ പറ്റില്ല. ഓ, ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. തിരിച്ചു ഞങ്ങള് മണാലിയിൽ നിന്ന് വീണ്ടും സെയിം വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് മണാലി വ്ളോഗ് അവസാനിപ്പിക്കാം. ബൈ പറഞ്ഞേക്ക്. ബൈ.
സോ ഗൈസ്, അങ്ങനെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ മണാലി വീഡിയോസ് വ്ലോഗ് ഇന്ന് പോയ ഫുൾ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. നമ്മൾ ബസ്സിൽ വീണ്ടും നമ്മൾ വന്ന സെയിം ബസ്സിൽ തന്നെ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഇനി നമ്മൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും